അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ഒരു വെള്ളിയാഴ്ച ദിവസം മിമ്പറിൽ കയറി ഒരു ഖുതുബ ഓതി. ആ ഖുതുബയാണെങ്കിലോ ചെറിയ വാക്കിലൂടെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന നല്ലൊരു ഉപദേശമാണ് ബഹുമാനപ്പെട്ടവർ അന്ന് നൽകിയത്. എന്താണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്? ബഹുമാനപ്പെട്ടവർ പറയുന്നു, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നമാ യുറാദു ത്വബീബു ലിൽ വജ്ഇ ശദീദി അലാ ഫലാ വജഅ അശദ്ദ മിനൽ ജഹ്ലി. എല്ലാവരും വേദനകൾ അനുഭവിക്കുന്നവരാണ്, എല്ലാവരും വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ്, എല്ലാവരും അത്തരത്തിലുള്ള വേദനകൾക്ക്, വിഷമങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് എന്ത് പരിഹാരമുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫലാ വജഅ അശദ്ദ മിനൽ ജഹ്ലി, ജഹലിനേക്കാൾ, വിവരമില്ലായ്മ എന്നതിനേക്കാൾ വലിയൊരു വേദന, വലിയൊരു ബുദ്ധിമുട്ട്, വലിയൊരു വിഷമം ഒരാൾക്കും വരാനില്ല, ഒരാൾക്കും വരികയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് വിവരമില്ലായ്മ എന്നുള്ളത്, വിവരം ഇല്ലാതാവുക എന്നുള്ളത്, അതിനേക്കാൾ വലിയൊരു ബുദ്ധിമുട്ട് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല. അപ്പോൾ ഏതൊരു മുഅ്മിനും അവന് ആവശ്യമുള്ള കാര്യങ്ങൾ അവൻ പഠിച്ചിരിക്കണം. ഒരാൾ നിസ്കരിക്കുന്നവനാണെങ്കിൽ നിസ്കാരത്തിനെ കുറിച്ച് അവന് വിവരമുണ്ടാകണം. അല്ലാതെ അവൻ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ലല്ലോ. ഒരാൾ നോമ്പ് നോക്കുന്നവൻ, നോമ്പ് സ്വഹീയാകണമെങ്കിൽ, അല്ലാഹു പറഞ്ഞതുപോലെ ആകണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരമുണ്ടാകണം. അങ്ങനെ ഏതൊരു വിഷയം, നമുക്ക് ആഖിറത്തിനെ കുറിച്ച് ഗൗരവമുണ്ടാകണമെങ്കിൽ ആഖിറത്തിനെ കുറിച്ച് നാം പഠിച്ചിരിക്കണം. മുത്തുനബിയെക്കുറിച്ച് നമുക്ക് വലിയ ബഹുമാനമുണ്ടാകണമെങ്കിൽ മുത്തുനബിയെക്കുറിച്ച് നാം പഠിച്ചിരിക്കണം. അത് മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവനുണ്ടാകുന്ന, ഈ ദുനിയാവിലുണ്ടാകുന്ന വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അതൊന്നുമല്ല വേദന എന്നുള്ളത്, വളരെ വലിയൊരു ബുദ്ധിമുട്ടെന്നുള്ളത് വിവരക്കേടാണ്, വിവരമില്ലായ്മ എന്നുള്ളതാണ് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുന്നത്. വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നു, വലാ ദാഅ അഖ്ബസ മിൻ ദുനൂബി, ദോഷത്തിനേക്കാൾ വലിയൊരു രോഗം വേറെയില്ല. അതായത് ദുനിയാവിൽ ഒരു രോഗം വന്നാൽ അത് വലിയൊരു അപകടമാണ്, വലിയൊരു വിഷയമാണ്. പക്ഷേ അതിനെ എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടെ സൂക്ഷിക്കുന്നവരുമാണ്. ഞാനൊരു രോഗിയായി പോകരുത് എന്നുള്ളത്. പക്ഷേ ഒരു മുഅ്മിൻ എന്നും ആഗ്രഹിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, ഞാനൊരു ദോഷി ആയി പോകരുത്, ഞാനൊരു ദോഷം ചെയ്യുന്നവൻ, ഞാനൊരു തെറ്റ് ചെയ്യുന്നവനായി പോകരുത്. അതാണ് ഏറ്റവും വലിയ രോഗമെന്നുള്ളത്. ആ നമ്മുടെ ജീവിതത്തിൽ ഒരു ദോഷം വന്നുപോയാൽ, ഒരു തെറ്റ് വന്നുപോയാൽ പിന്നെ അത് നമ്മിൽ നിന്ന് വിട്ടുപോകുന്നത് വലിയ പ്രയാസമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. ഒരു രോഗം വന്നാൽ ചിലപ്പോഴൊക്കെ അത് നാം ഔഷധങ്ങൾ, അതിനു വേണ്ടിയുള്ള ചികിത്സകൾ ചെയ്തപ്പോൾ അത് നമ്മൊന്ന് വിട്ടുപോയി എന്ന് വരാം. പക്ഷേ ഒരു തെറ്റ് വരുമ്പോഴേക്ക് പിന്നെ അത് നമുക്ക് വിട്ടു നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. ഒരു ദോഷം, ഒരു തെറ്റ് നാം ആസ്വദിക്കലോടുകൂടെ, നമ്മളെ ശരീരം അതിൻ്റെ ആസ്വാദന അനുഭവിക്കലോടുകൂടെ പിന്നെ അതിങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കും, അതിങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. അതൊന്ന് വിട്ടുനിൽക്കാൻ വലിയ പ്രയാസമാണ്. അതേ ദോഷത്തിനേക്കാൾ വലിയൊരു രോഗമില്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് വളരെ കരുതിയിരിക്കണം. നാം രോഗത്തിന് എത്രമാത്രം ഗൗരവത്തോടു കൂടെ കരുതിയിരിക്കുന്നു, അതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോകുന്ന, വരാൻ സാധ്യതയുള്ള ദോഷങ്ങളെക്കുറിച്ച്, പാപങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ ജാഗ്രത ഉണ്ടായിരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതിൻ്റെ താല്പര്യം. വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നു, വലാ ഖൗഫ അഖ്വഫ മിനൽ മൗത്ത്. നമുക്ക് ദുനിയാവിൽ കുറേ പേടികളുണ്ട്, നമ്മിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്.
പക്ഷേ മരണത്തിനേക്കാൾ വലിയൊരു പേടി ഒരാൾക്കും ഉണ്ടാകരുത്, ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരാൾ ശരിക്കൊന്ന് ചിന്തിച്ചാൽ മരണമെന്നുള്ളത് എന്തൊരു പേടിപ്പെടുത്തുന്ന വിഷയമാണ്. പക്ഷേ നമുക്ക് മരണത്തിനെ കുറിച്ച് പേടിയില്ലാത്തത് എന്തുകൊണ്ടാണ്? അതിനെക്കൊണ്ട് ചിന്തിക്കാത്തത് കൊണ്ടാണ്. അതിനെക്കുറിച്ചൊന്ന് ശരിക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പേടിയും നമ്മുടെ ജീവിതത്തിൽ പേടിയല്ല. മരണത്തിനേക്കാൾ വേറെ ഒരു പേടിയുണ്ടോ? കാരണം മരണപ്പെടലോടുകൂടെ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ, പിന്നെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതാണ് വളരെ ഭയപ്പെടേണ്ട വിഷയം മരണമെന്നുള്ളത്. അതേ സമയത്ത് മഹാന്മാരുടെ മരണമെന്നുള്ളത് അത് പേടിപ്പെടുത്തുന്ന മരണമല്ല. അവർ ആഗ്രഹിക്കുന്ന, അവർ കൊതിക്കുന്ന, അവർ ഇനിയുള്ള ജീവിതം സന്തോഷകരമാകാൻ കാരണമാകുന്നൊരു അവസ്ഥയാണ്, സമയമാണ് മരണമെന്നുള്ളത് നല്ലവരെ സംബന്ധിച്ചിടത്തോളം. അപ്പം മരണമെന്നുള്ളത് വളരെ പേടിപ്പെടുത്തുന്ന വിഷയമാണ്. അങ്ങനെ 3 കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടെ ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുകയാണ്. നമുക്ക് ധാരാളം അതിൽ പഠിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ചിന്തകൾ തന്ന് അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.